ആ കാര്യത്തിലും ട്രംപ് മുട്ടുമടക്കിയിരിക്കുകയാണ്. ഇപ്പോൾ ഇതാ ജനറിക് മരുന്നുകളുടെ കാര്യത്തിലാണ് ട്രംപിൻ്റെ പുതിയ നീക്കം വന്നിരിക്കുന്നത്. നേരത്തെ തന്നെ നമുക്കറിയാം ഇന്ത്യ ചത്ത സമ്പദ് വ്യവസ്ഥയാണ് എന്ന് ട്രംപ് പറഞ്ഞ ആ ഒരു സാഹചര്യം നമുക്കറിയാം. അതിനുശേഷം നമ്മൾ കാണുന്നത് അമേരിക്ക അടച്ചുപൂട്ടുന്ന കാഴ്ചയാണ്. നാസ അടക്കമുള്ളവ അടച്ചുപൂട്ടി. പോലെ തന്നെ ഇന്ത്യ 40 രാജ്യങ്ങളിലേക്ക് നമ്മുടെ വിപണി എക്സ്റ്റെൻഡ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിൽ ഇപ്പോഴുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അതിനുശേഷം ട്രംപിൻ്റെ വലിയൊരു നീക്കമായിരുന്നു ഈ ജനറിക് മരുന്നുകൾക്ക് താരിഫുകൾ ഏർപ്പെടുത്താനുള്ളത്. പക്ഷേ ഇപ്പോൾ ജനറിക് മരുന്നുകളുടെ ഇറക്കുമതി തീരുവയിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് എന്ന റിപ്പോർട്ടാണ് വരുന്നത്. US പ്രസിഡന്റ് ഭരണകൂടം ജനറിക് മരുന്നുകൾക്ക് തീരുവ ഏർപ്പെടുത്താനുള്ള പദ്ധതികൾ നിർത്തിവച്ചിരിക്കുകയാണ്. US ജനറിക് മരുന്നുകളുടെ ഏകദേശം 50% ഇന്ത്യയിൽ നിന്നാണ് ഇറക്കുമതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യൻ ഫാർമ കമ്പനികൾക്ക് ഈ തീരുമാനം വലിയ ആശ്വാസമായി മാറിയത്. അതായത് ഇതിന് തീരുവ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യയിൽ നിന്നാണ് 50% ജനറിക് മരുന്നുകൾ അമേരിക്കയിലേക്ക് ചെല്ലുന്നത്. അത് അമേരിക്കക്കാരന് തന്നെ വലിയ തിരിച്ചടിയായി മാറുമെന്ന് കൃത്യമായി ഇവർക്കറിയാം. ഉയർന്ന രക്തസമ്മർദ്ദം, അതായത് ഹൈ BP, ഡിപ്രഷൻ, അൾസർ, കൊളസ്ട്രോൾ തുടങ്ങിയ അവസ്ഥകൾക്ക് ചികിത്സിക്കാൻ വില കുറഞ്ഞ ഇന്ത്യൻ ജനറിക് മരുന്നുകളെ ആശ്രയിക്കുന്ന ദശലക്ഷക്കണക്കിന് അമേരിക്കൻ പൗരന്മാരുണ്ട് എന്നുള്ളതാണ്. അവർക്ക് മുന്നിലേക്കാണ് ട്രംപ് ഞാൻ താരിഫ് ഏർപ്പെടുത്താൻ പോകുന്നു എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ അമേരിക്കയിൽ ഒരു ആഭ്യന്തര കലാപം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോൾ രാജ്യം പോയേനെ. ഇന്ത്യയെ ലോകത്തിൻ്റെ ഫാർമസി എന്ന് വിളിക്കുന്നത് ഇതുകൊണ്ടാണ് എന്നുള്ളത് മറ്റൊരു കാര്യം. ആഗോള മെഡിക്കൽ ഡാറ്റ അനലിസ്റ്റ് സ്ഥാപനമായിട്ടുള്ള IQVIAയുടെ റിപ്പോർട്ട് അനുസരിച്ച് US ഫാർമസികളിൽ വിൽക്കുന്ന മൊത്തം ജനറിക് മരുന്നുകളുടെ 47% ഇന്ത്യയിൽ നിന്ന് വരുന്നു. താരതമ്യപ്പെടുത്തുമ്പോൾ US ആഭ്യന്തര നിർമ്മാതാക്കൾ 30% മാത്രമാണ് വഹിക്കുന്നത്. ശേഷിക്കുന്ന വിതരണത്തിൻ്റെ ഏറ്റവും വലിയ പങ്ക് ഇന്ത്യയിലാണ്. അതുകൊണ്ടാണ് ഇന്ത്യ ലോകത്തിൻ്റെ ഫാർമസി എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ വൈറ്റ് ഹൗസ് ഈ കാര്യത്തിൽ U ടേൺ എടുത്തിരിക്കുന്നത് ഇന്ത്യക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.